हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय। ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. വരൂട്ടാ സോങ്. ഹരേ കൃഷ്ണ. എല്ലാവരും എത്തിയോ? ഇനി നമ്മൾ കേട്ട് എന്താ പറയാ, അതിലിങ്ങനെ മതിമറന്നിരുന്നു പോകും. ഒരു കാരണവശാലും ഭഗവാന്റെ കീർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. അതാണ് ഭഗവാനുമായിട്ട് നമ്മുടെ ജീവാത്മാവിനുള്ള ഒരു വലിയ ബന്ധം. നമ്മൾ ആരും തിരിച്ചറിയാത്ത ഒരു അഗാധമായൊരു ബന്ധം ഭഗവാനുമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനുണ്ട്. അത് എത്രത്തോളം എന്താ പറയുക ഡീപ്പാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകണം. കാരണം എന്താണെന്നറിയാമോ, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അറിയാതെ ഭഗവാനുമായിട്ട് ഒരടുപ്പം നമുക്ക് ഉണ്ടാവും. കൊച്ചിയിലും നല്ല മഴ, കാസർഗോഡ് നല്ല മഴ, രക്ഷയില്ല അല്ലേ? കേരളം മൊത്തം വീണ്ടും ഫ്ലഡ് ആവോ? ആവാതിരിക്കട്ടെ, ഭഗവാൻ രക്ഷിക്കട്ടെ, ആർക്കും ഒരു ആപത്തില്ലാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ ഭഗവാനെ ഒന്ന് ഓർക്കൂ. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ലൈഫിൽ കഷ്ടപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ഞാൻ പറയാറില്ലേ, പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളാണെന്ന്. ആ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ എന്താ പറയുക കഷ്ടപ്പാടുകളിലൂടെ ഈ ജന്മം കടന്നു പോകുന്നത്. പക്ഷേ അങ്ങനെ കടന്നു പോകുമ്പോൾ കൂടിയും ഭഗവാൻ നമുക്ക് എപ്പോഴും തുണയായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? എപ്പോഴും തുണയായിട്ടുണ്ടാവും. ആ ഒരു ശക്തിയുടെ ആ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിൽ എന്താ പറയുക, നമുക്ക് ഒരു വല്ലാത്ത ഒരു ആനന്ദം നമുക്ക് കിട്ടും. അപ്പം ആ ആനന്ദത്തിലൂടെ നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോന്നിനെയും തിരിച്ചറിയാൻ തുടങ്ങും. നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളെ തിരിച്ചറിയാൻ തുടങ്ങും. അതുവരെ നമ്മളോട് ചിരിച്ചു നിന്ന്, നമ്മളോട് സ്നേഹമായി നിന്ന ഓരോരുത്തരും നമ്മളിൽ നിന്ന് അകലുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ കൂടെ ആരില്ലെങ്കിലും നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ബിന്ദുമേ സൗണ്ട് ഉണ്ടാക്കല്ലേ. നിന്റെ കൂടെ ആരില്ലെങ്കിലും നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തനിയെ നടക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നില്ലേ? കുഞ്ഞിനാളിൽ നമ്മൾ എന്താ വിചാരിക്കുക, അയ്യോ നമ്മുടെ അച്ഛനില്ലെങ്കിൽ എന്ത് പറ്റും, അമ്മയില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ കുറേ വലുതായി അവരൊത്തിരി പ്രായമായി കഴിയുമ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം ജീവിക്കുന്ന ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തും, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, അവരുടെ ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ചിന്തിച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സിലേക്ക് എത്തും. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആര് നമ്മളെ വിട്ടിട്ട് പോയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരുവായൂരപ്പൻ നമ്മളെ സ്വയം നടത്താൻ പഠിപ്പിക്കുകയാണ്. നീ വിചാരിക്കുന്ന വ്യക്തികളല്ല നിന്റെ കൂടെ ഉണ്ടാവുക. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരായിരിക്കും. അവരെ വഴി നടത്തുന്നത് ഞാനായിരിക്കും എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പാടുകൾ വന്നാൽ നമ്മൾ വേദനിക്കാൻ പാടില്ല. എനിക്കൊന്നുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവരുത്. നമുക്ക് എല്ലാത്തിനും മുകളിലിരിക്കുന്ന ഗുരുവായൂരപ്പനുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അതെ, തീർച്ചയായിട്ടും ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആനന്ദം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വെറുതെ തേരാപാര അതിലൂടെ നടന്ന് കുറെ അവിടെ കണ്ട് ഇവിടെ കണ്ട് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് നടന്നാലല്ല ഒരു ആനന്ദം കിട്ടുക. സ്വസ്ഥമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് നോക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ വീട്ടിലെ ഈ ഹാളിലാണ്. ഞാനിതേ ഇപ്പം അവിടെ ഒരു ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. സി, ഇവിടെ കണ്ട ആ ടേബിൾ ഇട്ട സ്ഥലം കണ്ടില്ലേ? അവിടെ ഇരുന്നിട്ട് ഞാൻ നേരെ ഭഗവാനെ ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഭഗവാനെ ഇങ്ങനെ കാണാൻ പറ്റും. ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും കുറേ നേരം.
അതിനേക്കാൾ ഒരു സന്തോഷം എനിക്ക് എവിടെയും കിട്ടുന്നില്ല, അറിയാമോ? ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് നേരെ ചെറിയ ഡിസ്റ്റൻസ് ആയത് അവിടെ ഇരുന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കുറേ നേരം ഇങ്ങനെ കിച്ചുവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെ പോയി, ആരിലൊക്കെ ഞാൻ വിശ്വാസം അർപ്പിച്ചു, ആരുടെയൊക്കെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നു, ഇന്ന് ആരുണ്ട് എന്നിങ്ങനെ സ്വയം നമ്മൾ ചിന്തിക്കും. മനസ്സിലായില്ലേ? അത് മഞ്ജരീസുമായി ബന്ധപ്പെട്ടതാവട്ടെ, പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ. അപ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ ചിന്തകൾക്ക് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു അർത്ഥം കിട്ടും. ഭഗവാനാണ് സമസ്തവും. ഭഗവാനോട് അടുക്കും തോറും നമുക്ക് വേദനകൾ ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? അത് ഭഗവാൻ തരുന്ന വേദനകളല്ല. അത് ശരിക്കും നമ്മുടെ പൂർവ്വജന്മത്തിലെ ദുരിതങ്ങൾ വേഗം വേഗം അനുഭവിച്ച് തീരുന്നതാണ്. പക്ഷെ ആ അനുഭവങ്ങളിലും ഭഗവാൻ നമുക്ക് തുണയായിരിക്കും. കുറച്ചൊന്ന് സ്നേഹിച്ചാൽ മതി ഭഗവാനെ, വളരെ കുറച്ച് സ്നേഹിച്ചാൽ മതി. ഭഗവാൻ തിരിച്ചു തരുന്ന സ്നേഹത്തിന് ഒരിക്കലും എന്താ പറയുക, അവസാനമില്ലാത്തൊരു സ്നേഹമായിരിക്കും ഭഗവാൻ തരുന്നത്. ഒരിക്കലും നിലയ്ക്കാത്തൊരു സ്നേഹമായിരിക്കും ഭഗവാൻ തരുന്നത്. നമ്മളെ ആര് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ, ആര് വേണമെങ്കിലും വേദനിപ്പിച്ചോട്ടെ, ആര് വേണമെങ്കിലും നമ്മളെ ഒഴിവാക്കിക്കോട്ടെ, പക്ഷേ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരാളെയും ഒഴിവാക്കില്ല. അതെത്ര വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണേലും ഗുരുവായൂരപ്പൻ ഒഴിവാക്കില്ല. കാരണം എന്താണെന്നറിയോ? ഗുരുവായൂരപ്പന് നമ്മളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയണത് ഭയങ്കരമായ ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. അതാണ് ഗുരുവായൂരപ്പനും നമ്മളും തമ്മിലുള്ള ഒരു ആത്മബന്ധം. കാരണം നമ്മളെന്ന് പറയുന്ന ഈ ശരീരത്തിനല്ല അവിടെ പ്രസക്തി. നമ്മൾക്കുള്ളിലുള്ള കോടാനുകോടി ജന്മങ്ങൾക്ക് മുൻപേ ശരീരം സ്വീകരിച്ച് 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 ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന ആ ഒരു ജീവാത്മാവിനോടാണ് ഭഗവാൻ അടുപ്പമുള്ളത്. ശരീരം നശ്വരമാണ്, നശിക്കുന്നതൊന്നും ശാശ്വതമല്ല. ഈ ഭൂമിയിൽ എന്തെല്ലാം നശിക്കാനുണ്ടോ ആ നശിക്കുന്നതൊന്നും ശാശ്വതമല്ല. നശിക്കാതെ ഇരിക്കുന്നത് എന്താണോ അത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പം നശിക്കാതിരിക്കുന്നത് എന്താണ്? ജീവാത്മാവും പരമാത്മാവും മാത്രമാണ്. ബാക്കിയെല്ലാം നശിച്ചു പോകും. നശിക്കുന്നതിലൊന്നും വിശ്വാസം അർപ്പിക്കരുത്. മനസ്സിലായില്ലേ? അനശ്വരമായിട്ടിരിക്കുന്നതിൽ മാത്രം വിശ്വാസം അർപ്പിക്കാം. അനശ്വരമായിരിക്കുന്നത് നമ്മുടെ ജീവാത്മാവും സാക്ഷാൽ ഭഗവാനും മാത്രമാണ്. അത് മറക്കാതെ ഇരിക്കുക. ഓക്കെ? ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആണെന്ന് പറയും. അല്ലേ? കൃഷ്ണ കൃഷ്ണ മാധവ, ഹാപ്പി അല്ലേ? ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിങ്ങനെ മറ്റ് വലിയ വലിയ ആചാര്യന്മാരെ പോലെ ഒരുപാടൊന്നും എന്താ പറയുക, പ്രൊഫഷണലായിട്ടൊന്നും അങ്ങനെ എടുത്തു പോകാൻ എനിക്കറിയില്ല. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. ആ സാധാരണ നിലയിൽ നിന്നുകൊണ്ട് എടുക്കാൻ എനിക്കറിയും. നമ്മളെങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ എടുക്കാൻ എനിക്കറിയും. അതിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് എനിക്കറിയില്ല. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ശ്രീല പ്രഭുപാദി എഴുതി വെച്ച വാക്കുകളിലൂടെ നമ്മളങ്ങനെ പോകുന്നു. അതിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവുന്നു. മനസ്സിലാവാത്തത് ഒരുപാടുണ്ട്. മനസ്സിലാവുന്നത് വളരെ കുറച്ചാണ്. ഈ ജന്മം മതിയാവില്ല ഭഗവാനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും തിരിച്ചറിയാനും മനസ്സിലാക്കാനും. പരിമിതമായ അറിവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ അറിവുകളെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത്രയെങ്കിലും നമ്മൾ സന്തോഷിക്കുക, അല്ലേ? അത് മതി. ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. മഞ്ജരീസിലേക്ക് ഗ്രൂപ്പിൽ ആഡ് ആവാനുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ആഡ് ചെയ്യാം. എന്തിനാ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത്? അതെ, വീട്ടിലെ പോലെ നമ്മൾ നമ്മളായിട്ടിരിക്കുക, അല്ലാണ്ട് ഒരു വേറെ ഒരു ലെവലിലൊന്നും എടുക്കാൻ എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ്. അത് എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാമല്ലേ? നിങ്ങളെ കാണുമ്പോഴും ഞാനിങ്ങനെ എന്നെ എന്താ പറയുക,
ക്ലാസ്സിലും ഞാനിങ്ങനെ തന്നെ. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇതാക്കാനില്ല, ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്കൊന്നും പോകാനൊന്നും എനിക്കിഷ്ടമില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് പോവാം. നമ്മളൊരു ചെറിയൊരു കുടുംബം, ആ കുടുംബം കുറേ എന്താ പറയുക കളിയും ചിരിയും ഒക്കെ ആയിട്ട് വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ 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 സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചു പോവാം. നമ്മൾ ജീവിക്കുന്ന ഇടം പോലും ആർക്കും അറിയണ്ട, നമ്മൾ അങ്ങനെ ജീവിച്ചു തീരുക അല്ലേ. നമ്മളൊരു വലിയ സംഭവമാവണ്ട, ഒരു വലിയ വലിയ എന്താ പറയുക സംഭവബഹുലമായ പേര് പ്രശസ്തി എടുത്ത് സംഭവമായിരിക്കുന്ന അതൊന്നും വേണ്ട. എവിടെയെങ്കിലും ഒരു മൂലത്തിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരു കുഞ്ഞു സ്ഥലം, ഭഗവാനെ പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക, ഭഗവാനെ അറിയാത്തവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, അത്രയാണ്. അതില് എന്താ പറയാ ഒരുപാട് പരാതികൾ പറയുന്നവരുണ്ടാവാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാവാം, വേദനിപ്പിക്കുന്നവരുണ്ടാവാം. അതേക്കുറിച്ചൊന്നും ഒരു എന്താ പറയാ ലീസ്റ്റ് ബോധേഡ് എന്ന് വേണം പറയാൻ. ലില്ലി മാതാജി ഒത്തിരി നാളായി മാതാജിയെ കണ്ടിട്ടു. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത 8ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് 7ാമത്തെ ശ്ലോകമാണ് കേട്ടോ. ആ 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണത്? 7ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുക്യശ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വശ്യസ്യ സംശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുക്യജ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ നീ എന്നെ എപ്പോഴും ഓർമ്മിക്കുക. അതോടൊപ്പം ഞാൻ നിയതകർമ്മമായിരിക്കുന്ന യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിലും ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. എന്താ അതിന്റെ അർത്ഥം? അതിനാൽ അർജുന, ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ നീ എന്നെ എപ്പോഴും എന്ത് ചെയ്യുക? ഓർമ്മിക്കുക. നമുക്ക് കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മ വരുന്നത് ആ രൂപമാണ് അല്ലെ. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചതുർബാഹുവായ ഗുരുവായൂരപ്പന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴും എത്തുന്നത് ഭഗവാന്റെ ഈ ഓടക്കുഴൽ പിടിച്ച രൂപമാണ്. കൃഷ്ണ എന്നൊരു വിളിക്ക് നമുക്കൊരു ഉത്തരം തരാൻ ഭഗവാൻ ഒരിക്കലും മടിക്കാറില്ല. എപ്പോഴും ഭഗവാൻ ഉത്തരം തരാറുണ്ട് അല്ലേ. നെഞ്ചുരുകി ഒന്ന് കൃഷ്ണ എന്ന് വിളിച്ച, എന്റെ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് വിളിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. ഏതൊരു കൊച്ചു കുഞ്ഞിന്റെ ഉള്ളിലും കൃഷ്ണൻ ഒരു റോക്കിംഗ് സ്റ്റാറാണ് അല്ലെ. അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ ബന്ധമാണ് നമുക്ക് കൃഷ്ണനോട്. വളരെ ചുരുക്കം ആളുകളായിരിക്കും പറഞ്ഞ് 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 പഠിച്ച് 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 എൻ്റെ അയ്യപ്പാന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദേവന്റെയോ ദേവിയുടെയോ നാമം ഉച്ചരിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാവരും മലയാളീസ് ആയിട്ടുള്ളവർ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. നീട്ടി വിളിക്കുന്നവരാണെങ്കിൽ മുത്തപ്പ മൂകാംബികേ എന്നങ്ങോട്ട് വിളിക്കും. അതെന്റെ വിളിയാണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് സ്ഥാനം കൃഷ്ണന് തന്നെ. ഈ ഒരു വിളി എങ്ങനെ വന്നതാണെന്നറിയാം? ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് വന്നതാണ്, ഒരു നിമിഷം കൊണ്ട് വന്നതൊന്നുമല്ല. കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് വന്ന വിളിയാണത്. അപ്പൊ ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന എന്താ? അർജുന, നീ എന്നെ കൃഷ്ണ രൂപത്തിൽ എന്നും ഓർമ്മിക്കൂ അർജുന എന്നാ പറയുന്നത്. അതോടൊപ്പം തന്നെ നിനക്ക് പറഞ്ഞിട്ടുള്ള യുദ്ധം നീ ചെയ്യണം. നീ കൃഷ്ണനായിട്ട് എന്നെ ഓർക്കുകയും വേണം, അതുപോലെ നിനക്ക് പറഞ്ഞിട്ടുള്ള യുദ്ധവും നീ ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചെയ്യാതിരിക്കരുത്. അതിന്റെ അർത്ഥം എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മൾ നമ്മുടെ തൊഴിലും ചെയ്യണം എന്നാണ് പറയുന്നത്. തൊഴിൽ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്തായാലും ഈ ഭൂമിയിൽ നമ്മൾ വന്നു. ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ജീവാത്മാവ് എന്താ പറയാ, ജീവാത്മാവിന് എത്ര കാലം ഇവിടെ നിൽക്കണോ അത്രയും കാലം ആ ജീവാത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ശരീരവും നമ്മൾ എടുത്തു. അപ്പൊ ആ ശരീരത്തിന് ഭക്ഷണവും വേണം, വസ്ത്രവും വേണം, എല്ലാം വേണം. രോഗപീഠകൾ ബാധിക്കുമ്പോൾ മരുന്നും വേണം. അപ്പൊ ആ ശരീരത്തെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ കൃഷ്ണൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് മറന്നിട്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെ. ശരീരം തന്നിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. അപ്പൊ ആ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പൊ ആ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടെങ്കിലും ഈ ഭൂമിയിൽ നമ്മുടെ കർമ്മങ്ങൾ തീരുന്നത് വരെ ജീവിക്കാനുള്ള തൊഴിലും കൂടി നമ്മൾ ചെയ്യണം. തൊഴിലും ചെയ്തിട്ട് വേണം നമ്മൾ കൃഷ്ണനെ സ്മരിക്കാൻ. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിക്കണം എന്നാ പറയുന്നത്.
അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ മുതൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയും രാത്രി നമ്മൾ എന്താ പറയാ ഭഗവാൻ ഉറങ്ങാൻ പോകുന്നതിന്റെ മുൻപേ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഭഗവാനെ അങ്ങ് അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതുമായിരിക്കുന്ന സമസ്ത സുഖ ദുഃഖങ്ങളും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കും, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും. അങ്ങറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താങ്ങാനാവുന്ന ദുഃഖങ്ങൾ നൽകുക. ഞാൻ അറിഞ്ഞോ അറിയാതെയോ കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും പുറത്തിട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് ശമനം ഞാൻ ചോദിക്കുന്നില്ല, അത് സഹിക്കാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ. ഇന്നേ ദിവസം ഞാൻ കാരണം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദുഃഖം ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കും. കാരണം ആ ജീവാത്മാവും അങ്ങയെ അറിയുന്നു, അങ്ങും ആ ജീവാത്മാവിനെ അറിയുന്നു. അതുകൊണ്ട് ഗുരുവായൂരപ്പ എപ്പോഴും കൃപാകടാക്ഷമായി എൻ്റെ കൂടെ ഉണ്ടാവണേ. ഈ ഭൂമണ്ഡലത്തിൽ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഒരു ജന്മമെങ്കിലും എനിക്ക് കൃഷ്ണാവബോധത്തിലൂടെ ജീവിച്ച് അങ്ങയുടെ തൃപ്പാധാര വിന്ദങ്ങളിൽ വന്നു ചേരണം. എനിക്ക് മുമ്പേ നടന്ന എൻ്റെ പിതൃക്കൾക്കും എനിക്ക് അടുത്തത് വരാനിരിക്കുന്ന എൻ്റെ തലമുറയ്ക്കും കൃഷ്ണാവബോധം അങ്ങ് കനിഞ്ഞനുഗ്രഹിക്കണം. അറിയാതെ ചെയ്തു പോയ പല തെറ്റുകൾ കൊണ്ട് എൻ്റെ പിതാമഹന്മാർ പുതിയ ജന്മമെടുത്ത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് അവരിൽ പ്രസാദിക്കണം. അവർക്ക് അങ്ങയുടെ കൃപാകടാക്ഷം കൊടുത്ത് കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരണം. വരാനിരിക്കുന്ന എൻ്റെ തലമുറ അവരും കൃഷ്ണാവബോധത്തിൽ വരണം. എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ വാക്ക് കേൾക്കുന്ന എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് സമസ്ത ദുരിതങ്ങളും മാറ്റി ആശ്രയവും അവരുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറ്റി ആശ്രയമായിട്ട് അഭയമായിട്ട് അങ്ങ് കൂടെ ഉണ്ടാവണം. ഇന്നേ ദിവസം നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് കൃഷ്ണാവബോധത്തോടെയുള്ള ദിവസമാക്കി മാറ്റിത്തരണേ ഗുരുവായൂരപ്പ. ഇതാണ് രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നതിനേക്കാളും മുമ്പേ കിച്ചൂട്ടനോട് പറയുന്നത്. അതേപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും കിച്ചൂട്ടൻ്റെ, അതായത് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിനൊരു നല്ല ലക്ഷ്യമുണ്ടാകും. ഓരോ ദിവസവും നമ്മുടെ കർമ്മഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാണുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടുകളിലല്ല നമ്മുടെ ലക്ഷ്യവും ജീവിതവും. മനസ്സിലായോ? നമ്മളുടെ ലക്ഷ്യവും ജീവിതവും നമ്മളുടെ ഉള്ളിലാണ്. ആ ഉള്ളിലിരിക്കുന്ന ലക്ഷ്യവും ജീവിതവും ഭഗവാന്റെ സമക്ഷമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. നമ്മൾ ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, അത് ജഡ്ജ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കേ അവകാശമുള്ളൂ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ നമുക്കൊപ്പം ഉണ്ടാവുന്നേ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, സ്വകർമ്മങ്ങളെല്ലാം, അതായത് സ്വന്തം കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിക്കണം. മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചിരുന്നാൽ നീ എന്നെ പ്രാപിക്കും. മനസ്സിലായില്ലേ? മനോബുദ്ധികൾ നീ ക്ലാസ്സിലാണ് പറയുന്നത്. മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചിരുന്നാൽ നീ എന്നെ പ്രാപിക്കും എന്നാ പറയുന്നത്. അതായത് ഭഗവാനിലേക്ക് നമ്മൾ എത്തും. മനോബുദ്ധികൾ എന്താണ്? മനസ്സ്, ബുദ്ധി, നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിക്കണം. തരൂ ബിന്ദുമ്മ, ഒരു മിനിറ്റ്. അവർക്കറിയില്ല ബിന്ദുമ്മ നമ്മൾ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്. റൂമിനെ വിളിക്കുന്നവർക്കറിയോ എന്താ ക്ലാസ് ചെയ്താ ക്ലാസ്? അവർ നമ്മുടെ പേജ് കണ്ട് വിളിക്കുന്നവരല്ലേ. ലൈവ് ക്ലാസ്സിലാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മനസ്സും വാക്കും ബുദ്ധിയും ചിന്തയും പ്രവൃത്തിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിക്കണം. നമ്മുടെ ചിന്തകൾ, ഇപ്പം എൻ്റെ ഉള്ളിലൂടെ പോകുന്ന ചിന്ത എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ ഉള്ളിലൂടെ പോകുന്ന ചിന്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഭഗവാൻ അറിയാം. അപ്പൊ അതറിയുന്ന ഭഗവാന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നേ, എല്ലാം അറിയാം. അപ്പൊ അതൊക്കെ ഭഗവാനെ സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ എന്തായി? ഉറപ്പായിട്ടും ഭഗവാനെ പ്രാപിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട്.
അർജുനനോടുള്ള ഈ ഉപദേശം ഉണ്ടല്ലോ, ഭഗവാൻ കൊടുക്കുന്ന ഈ ഉപദേശം, ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഒരു മിനിറ്റ് കറണ്ട് പോയോ നോക്ക്, കാറ്റടിക്കുന്നുണ്ടായി പുറത്ത്. UPS-ലാണോ അതോ ഇലക്ട്രിസിറ്റിയോ? അർജുനനോടുള്ള ഈ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും പ്രസക്തമാണ്. നമ്മളെല്ലാവരും ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ ആരും ഭക്തിയിൽ ഉയർന്നവരല്ല. ആർക്കും നെഞ്ചിൽ കൈവച്ച് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു പൂർണ്ണമായിരിക്കുന്ന ഭക്തയാണ് ഞാൻ, ഭക്തനാണ് ഞാൻ, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കെല്ലാം ഭൗതിക ആഗ്രഹങ്ങളുണ്ട്, ഭൗതിക അഭിലാഷങ്ങളുണ്ട്, ഇല്ല? ഞാനിപ്പോ ഇന്ന് രാവിലെ മുതൽ കുറെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അവാർഡ് നോമിനേഷന് പോയിട്ടുണ്ട്, കിട്ടോ 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 കിട്ടോ. അപ്പൊ അതും ഒരു ഭൗതിക അഭിലാഷമാണ്, ഭൗതിക ആഗ്രഹമാണ്, ഇല്ലേ? അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഒരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങണം, ഒരു നാഷണൽ അവാർഡ് വാങ്ങണം, ഇനിയും കുറെ കഥാപാത്രങ്ങൾ ചെയ്യണം, ഒരു നല്ല വീട് വെക്കണം. ഇതൊക്കെ നമ്മൾക്ക് എത്ര വേണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ഒരു തികഞ്ഞ ഭക്തരല്ല, ഒരിക്കലും തികഞ്ഞ ഭക്തരല്ല. പൂർണ്ണമായ ഭക്തരായി മാറണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിനോടും താല്പര്യം ഇല്ലാതിരിക്കണം, എല്ലാത്തിനോടും ഒരു വിരക്തി വരണം. അങ്ങനെ ഒരു വിരക്തി ഒന്നും നമുക്ക് ആർക്കും വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളെങ്കിലും നന്നായി ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹങ്ങൾക്കും അപ്പുറത്ത് ഇതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. വാ തുറന്ന് നമുക്ക് പറയാം, ജപിക്കാം, വായിക്കൂ, പഠിക്കൂ, ചിന്തിക്കൂ, അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ. പക്ഷെ യഥാർത്ഥ ജീവിതത്തിന്റെ മുഖത്തോട് മുഖം നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെ? യാഥാർത്ഥ്യം, ജീവിതത്തിന്റെ യാഥാർത്ഥ്യ മുഖത്തോട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചിട്ട് വിരക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറയാം യഥാർത്ഥ ഭക്തരാണെന്ന്. ആ ഭക്തർ എങ്ങനെ അറിയോ? ആരെന്ത് പറഞ്ഞാലും അവരൊന്നിനും റിപ്ലൈ കൊടുക്കില്ല. അവര് ഇടുന്ന വസ്ത്രത്തെക്കുറിച്ച് പോലും അവർ ചിന്തിക്കില്ല. അവര് ഷേവ് ചെയ്തിട്ടുണ്ടോ, ഹൈബ്രോസ് എടുത്തിട്ടുണ്ടോ, മുടി വാഷ് ചെയ്തിട്ടുണ്ടോ, മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളെ ഒരു കല്യാണത്തിന് പോകാനുണ്ട്, സാരി എടുക്കണ്ടേ, ഇങ്ങനെയുള്ള ചിന്തകൾ പോലും അവർക്കുണ്ടാവില്ല. ഒന്നിനെ കുറിച്ച് അവർ ബോധമല്ല, എന്തിന് കുളിക്കണം എന്ന് പോലുള്ള ബോധം പോലും അവർക്കുണ്ടാവില്ല. അവരെയാണ് നമ്മൾ യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്നത്. ആ ഭക്തിയിലേക്കൊന്നും നമ്മൾ ഉയർന്നിട്ടില്ല. പക്ഷെ ആ ഭക്തിയുള്ളവർക്ക് മാത്രമല്ല ഭഗവാന്റെ അടുത്തേക്ക് എത്താനും പറ്റുന്നത്. ഭൗതികതയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും കർമ്മങ്ങളും എല്ലാം ഭഗവാന്റെ സമക്ഷം നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും എവിടെ എത്താം? ഭഗവാന്റെ അടുത്തേക്ക് എത്താം. കാരണം എന്താ? നമുക്ക് നമ്മുടെ കുട്ടികളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛനെയും അമ്മനെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഉപേക്ഷിക്കാൻ പറ്റുമോ? വീട് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നും ഉപേക്ഷിക്കാൻ പറ്റൂല നമുക്ക്, അല്ലേ? ഇതിനോടൊക്കെ ഒരു കെട്ടുപാടുകൾ നിറഞ്ഞൊരു ബന്ധത്തിൽ നമ്മൾ പെട്ടുപോയി. ഇതൊന്നും ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ ഇതൊന്നും ഉപേക്ഷിക്കാതെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കാരണം എന്താ? ഈ അനുഭവങ്ങളും ഈ ഒരു ഭൗതിക സമ്പത്ത് പോലും ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷമാണ്, അല്ലെ? ഗുരുവായൂരപ്പന്റെ ഒരു വലിയ കൃപാകടാക്ഷമാണ്. നീ ഇങ്ങനെ ഈ ഇത്രയും അനുഭവ സമ്പത്തോടുകളോടുകൂടി നീ ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഖസൗകര്യങ്ങളെല്ലാം 27-ാം തീയതി വരെയാണ് നമുക്ക് വൈശാഖം ഉള്ളത്. നാളെ അന്നദാനം, എനിക്ക് നാളെ വസ്ത്രദാനത്തിന്റെ വസ്ത്രം പർച്ചേസ് ചെയ്യാൻ പോവാനുണ്ട്. അന്നദാനം ഉണ്ടാവണമെങ്കിലേ ഞാൻ രാവിലെ മുതൽ ഉണ്ടാക്കി തുടങ്ങണം. ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോൾ തുടങ്ങിയാലേ വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അന്നദാനം പാക്ക് ചെയ്ത് കഴിയും, ഉണ്ടാക്കി പാക്ക് ചെയ്ത് തീരണമെങ്കിൽ. അപ്പം നാളെ വസ്ത്രം വാങ്ങാൻ പോക്കും പാക്കിങ്ങും കൂടി നടക്കൂല. നാളെ മറ്റന്നാളായിട്ട് നമുക്ക് കൊടുത്തു തീർക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് ഈ ഭൗതിക സമ്പത്തിൽ നിന്നൊരു ഒളിച്ചോട്ടം നമുക്ക് പറ്റൂല, അല്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് നമുക്ക് ഇഷ്ടം ആയിപ്പോയി, ഇതിനോടൊക്കെ ഒരു ബന്ധമായിപ്പോയി നമ്മളെ വീടിനോട്, നമ്മുടെ കാര്യങ്ങളോടൊക്കെ. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു വിരക്തി നമുക്ക് സാധിക്കില്ല. എന്തിന്? ഒരു വാടകയ്ക്ക് താമസിച്ചിട്ട് പോലും നമ്മൾ ഒരു 5-10 വർഷം ആ വീട്ടിൽ നിന്നിട്ട് ആ വീട്ടിൽ നിന്ന് നമ്മൾ വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ താമസിച്ച വീടിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഓരോന്നിനോടും നമുക്ക് എത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചിന്തിക്കരുത്? നമ്മളൊരു പൂർണ്ണ ഭക്തരാണെന്ന് ചിന്തിക്കരുത്. എന്നാൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ വഴിയിൽ നമ്മളുടേതെല്ലാം ഭഗവാന് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ
അതിന്റെ അർത്ഥം ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമ്മുടെ വീടും സ്ഥലവും എഴുതി കൊടുക്കണം എന്നല്ല. ഇതെല്ലാം ഭഗവാൻ നൽകിയതാണ്, ഇതെല്ലാം എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം യഥാർത്ഥ അവകാശി ഭഗവാനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകണം. അതുകൊണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞ് ഞാനിവിടെ നിൽക്കാൻ നോക്കിയാൽ ഒന്നും നടക്കില്ല. എപ്പോ ഇതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടണം എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു അപ്പോ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അമിതമായി അതിലൊന്നും ദുഃഖിക്കുകയോ അമിതമായി ഇതിലൊന്നും ഞാൻ സന്തോഷിക്കുകയോ ചെയ്യരുത് എന്ന ഒരു ബോധത്തോടെ നമ്മൾ നാമം ജപിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളും ആദ്യം പറഞ്ഞ ഭക്തരും ഒരേ റൂട്ടിലാണ്. അവർക്ക് പൂർണ്ണ വിരക്തി വന്നു, നമ്മൾക്ക് വിരക്തി വന്നിട്ടില്ല. എങ്കിലും നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നു. അപ്പൊ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മളോടൊരു കൃപാകടാക്ഷം കാണിക്കാതിരിക്കില്ല. അപ്പൊ അവരും ഭഗവാനിലേക്ക് എത്തും, നമ്മളും ഭഗവാനിലേക്ക് എത്തും. മനസ്സിലായില്ലേ? അപ്പൊ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളോടും കൂടി ദുഃഖങ്ങളിൽ ഒരുപാട് ദുഃഖിക്കാതെയും സന്തോഷങ്ങളിൽ ഒരുപാട് സന്തോഷിക്കാതെയും സർവ്വചിന്തകളെയും വാക്കിനെയും പ്രവൃത്തിയെയും എല്ലാത്തിനെയും എല്ലാ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാ നേട്ടങ്ങളെയും നഷ്ടങ്ങളെയും ഇല്ലായ്മകളെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നിന്ന് ജീവിക്കൂ, ജോലി ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കൂ. ഒരു തെറ്റും പറയാനില്ല. അതിനൊരിക്കലും ഞാൻ എതിരല്ല. കാരണം നമുക്ക് ആർക്കും 2025 വിരക്തിയോടുകൂടി ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിരിക്കൂ, നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കൂ, 2025 ഉതകുന്ന രീതിയിൽ മാന്യമായ വസ്ത്രം ധരിച്ച് ജീവിക്കൂ, നല്ല ഫാഷനായിട്ട് നടക്കും. അതിന്റെ അർത്ഥം ശരീരം കാണിക്കണം എന്നല്ല കേട്ടോ. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഭക്തിയുടെ ലെവലിൽ കാണുമ്പോൾ നമുക്കൊരു വേറെ ഒരു അവസ്ഥയിൽ തോന്നുന്ന രീതിയിൽ നടന്നാല് നമ്മുടെ കേരളത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം. ലുക്കിൽ അങ്ങനെ അല്ലെങ്കിലും പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ലൊക്കേഷനിൽ പോവാണ്, അവിടെ ഇപ്പോ ബിരിയാണിയൊക്കെ കൊടുക്കുകയാണ്. മോസ്റ്റ്ലി ഉണ്ടാവും, നോൺ വെജ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ എന്നെ കാണുമ്പോൾ ഞാൻ എന്താണ്, ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റാണ് അല്ലെ. എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നുണ്ട് അവിടെ പ്രൊഡക്ഷൻ. കഴിക്കാൻ വിളിച്ചാല് കാണുമ്പോൾ പുറമേ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടിയും ഉള്ളിൽ എന്താണ്, ഞാൻ ഒരു കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഞാൻ മറക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് പറയണം അവിടെ? ഇല്ല, ഞാൻ വെജാണ്, അപ്പോ എനിക്ക് നോൺ വെജ് വേണ്ട അല്ലെ. അതായത് നമ്മുടെ ലുക്കിലല്ല, നമ്മുടെ പ്രവൃത്തിയിലായിരിക്കണം കാര്യം. കൃഷ്ണഭക്തി റിഫ്ലക്ട് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ പ്രവൃത്തിയിൽ. കുറെ കാഷായ വസ്ത്രവും ധരിച്ച് കുറെ മാലകളൊക്കെ ഇട്ട് കുറെ നമ്മളെ ജടയൊക്കെ പിടിച്ച് വേറെ ഒരു നാഗസന്യാസിയോ അല്ലെങ്കിൽ സന്യാസിനിയെ പോലെയൊക്കെ നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ ഏതോ ഒരു സിനിമയിലെ കുമ്പിടി ചിക്കൻ തിന്നുന്നത് പോലെ തിന്നാണെങ്കിൽ പിന്നെ ആ വസ്ത്രധാരണത്തിനും അതിനൊക്കെ എന്താ ഒരു ഇതുള്ളത്? ഒരു കാര്യമില്ല. ലുക്കിലല്ല കാര്യം, നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം, നമ്മുടെ ചിന്തയിലാണ് കാര്യം. മനസ്സിലായില്ലേ? ഡെയിലി കുളിച്ച് അമ്പലത്തിൽ പോകും. നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത്? ഒരു ദിവസം പോലും അമ്പലത്തിൽ പോണില്ല, നോൺ വെജും കഴിക്കുന്നില്ല, ഉള്ളിൽ ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ രണ്ട് തട്ടിൽ നിന്ന് ചിന്തിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മം നിറവേറ്റുന്നതിന് നിന്ന് പിന്തിരിയാൻ ആരെയും ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. ഭഗവാൻ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭഗവാൻ ആരെയും പ്രേരിപ്പിക്കില്ല. എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കൂ, എന്റെ നാമം തന്നെ ജപിച്ചുകൊണ്ടിരിക്കൂ, അല്ലാതെ ജോലിയൊന്നും ചെയ്യാൻ പോണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഞാൻ നിന്റെ വീട്ടിലേക്ക് അരിയും സാധനങ്ങളും റേഷനും കൊണ്ടുത്തരാം, ഭഗവാൻ പറയുന്നില്ല. കർമ്മം ചെയ്യൂ എന്നാ പറയുന്നത് ഭഗവാൻ. ഇവിടെ അർജുനനോട് തന്നെയാ പറയുന്നത്. അർജുന, നീ എന്നെ കൃഷ്ണരൂപത്തിൽ എപ്പോഴും ഓർമ്മിക്കൂ, അതോടൊപ്പം നിന്റെ നിയതാത്മകർമ്മമായിരിക്കുന്ന യുദ്ധവും നീ ചെയ്യൂ എന്നാ പറയുന്നത്. കൃഷ്ണരൂപത്തിൽ നീ എന്നെ ഓർക്കൂ, എപ്പോഴും ഓർക്കൂ, അതോടൊപ്പം നീ യുദ്ധവും ചെയ്യൂ. അർജുനന്റെ കർമ്മം അവിടെ യുദ്ധം ചെയ്യാന്നുള്ളതാണ്. സോ നമ്മുടെ കർമ്മം എന്താ? ജോലി ചെയ്യാന്നുള്ളത്. നീ എന്നെ സ്മരിക്കൂ, ഒപ്പം നീ ജോലിയും ചെയ്യും. ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? നിർദ്ദിഷ്ട കർമ്മം നിറവേറ്റുന്നതിൽ നിന്ന് ആരെയും ഭഗവാൻ പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്നില്ല. ഒരാൾക്ക് ഈ പ്രവർത്തികൾ തുടരുന്നതിനോടൊപ്പം ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭഗവത് സ്മരണ പുലർത്തുകയുമാവാം. അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് ജോലി ചെയ്യാനാ പറയുന്നത്.
മനസ്സിലാവുന്നുണ്ട്? ജോലി ചെയ്തുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമം ഉരുവിടും. നമ്മൾ 16 മാല കൗണ്ട് ചെയ്യാനാണ് ക്ലിക്കറും ജപമാലയൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം ലൊക്കേഷനിലേക്ക് ആദ്യമൊക്കെ ക്ലിക്കർ കൊണ്ടുപോകും, ഇപ്പൊ കൊണ്ടുപോകാറില്ല. കാരണം ഒന്നാമത്തെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതെന്താന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് മറുപടിയും പറയുന്നുണ്ട്, ഇല്ല എന്നല്ല, ഇന്നതാണ് എന്നൊരു മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതന്നെ കൊടുത്തുകൊണ്ടിരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? കാരണം എന്താ, നമ്മുടെ വർക്കിനെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലേക്ക് നോക്കിപ്പോണ്ട്. ഇപ്പൊ എന്തായിന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഷൂട്ടിന് ആക്ഷൻ പറയുമ്പോൾ ഈ കയ്യിൽ ഈ സാധനത്തിന്റെ ആവശ്യം വരില്ല, അപ്പൊ അതെടുത്ത് അടുത്ത ആളയിൽ കൊടുക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ ഈ സാധനം തേടി പോകണം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അങ്ങോട്ട് ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഡയലോഗ് പറയും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കട്ട് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ഒന്ന് ഇതാവുമല്ലോ, നമുക്ക് എന്താ പറയാ, ഒരു 2 minutes ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ ക്യാമറ എക്സ്ചേഞ്ച് മാറ്റാനോ അങ്ങനെ കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പോഴും നമ്മൾ ആ നിൽക്കുന്ന പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നിന്നാലും ജപിച്ചുകൊണ്ടേയിരിക്കും, മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കെന്താ, നമ്മുടെ ജോലിയുമായി ഭഗവാന്റെ ജപവുമായി ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞ് നമുക്ക് നിൽക്കേണ്ടി വരുന്നില്ല. ഇത് ജീവനെ ഭൗതിക കൽമശങ്ങളിൽ ബാധിക്കാതിരിക്കാനും മനോബുദ്ധികളെ ഭഗവാനിൽ ഏകാഗ്രീകരിക്കുന്നതിനും ഉതകുന്ന പറയുന്നത്. ഏത്? എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നാമം ജപിക്കുന്നത് ജീവനെ ഭൗതിക കൽമശങ്ങളിൽ ബാധിക്കാതിരിക്കാൻ. ഈ ലോകത്ത് എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടല്ലേ, ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. തിരുവാങ്കുളത്തോ എറണാകുളത്തോ എവിടെയോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു കുഞ്ഞിനെ ഒരമ്മ കൊണ്ടുപോയി കൊന്നത്. അയ്യോ, ആലോചിക്കാൻ പറ്റാതെ, കേൾക്കും തോറും ഇനി കേൾക്കാൻ വരല്ലേന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ. ആ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും കൂടി കേട്ടപ്പോഴത്തേക്കും മനസ്സങ്ങോട്ട് തകർന്നു പോയി. കാരണം എന്താ, 3 വയസ്സുള്ളൊരു കുഞ്ഞ്. എന്ത് ദുരിതമായിരിക്കും ആ കുട്ടി പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവാന്ന് ഞാൻ ആലോചിച്ചു പോയി. എന്തോ ആവട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭൗതിക കൽമശങ്ങൾ ഈ ലോകത്തുണ്ട്. ഇതൊന്നും നമ്മളെയോ നമ്മുടെ തലമുറയോ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ ബാധിക്കാതിരിക്കാനും മനോബുദ്ധികളെ, മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാനിൽ ഏകാഗ്രീകരിക്കാനും വഴി ഉണ്ടാക്കുന്ന പറയുന്നത്. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. കൃഷ്ണന്റെ നാമോച്ചാരണം ഭക്തനെ പരമോത്കൃഷ്ടമായിരിക്കുന്ന കൃഷ്ണലോകത്തിലേക്ക് എത്തിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കൃഷ്ണന്റെ നാമോച്ചാരണം, കൃഷ്ണനെ കുറിച്ച് എപ്പോഴും കൃഷ്ണന്റെ നാമം ഇങ്ങനെ ഉച്ചരിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു നാമം, കൃഷ്ണന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഉച്ചരിച്ച് പരമോത്കൃഷ്ടമായിരിക്കുന്ന കൃഷ്ണലോകത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ജ്യോതി മാതാജി, ഞാൻ അടുക്കളയിൽ എന്നാണ് ജപിക്കുക. സൂപ്പർ മാതാജി, ചെയ്യണം. അപ്പോ ഭഗവാന്റെ പരമോത്കൃഷ്ടമായിരിക്കുന്ന കൃഷ്ണലോകത്തിലേക്ക് നമ്മളെ ഭഗവാൻ എത്തിക്കും. നമുക്കതല്ലേ വേണ്ടത്. എത്രയും ഓർത്താ ഈ ലോകത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നത്. അപ്പോ ജപം ആരും കൈവിടരുത്. അറ്റ്ലീസ്റ്റ് എന്താ പറയാ, പുതിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചെത്താൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യാം, മാധവ 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 കേശവ 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 നാരായണ 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 കൃഷ്ണ 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 കൃഷ്ണ. അറ്റ്ലീസ്റ്റ് ഈ നാമമെങ്കിലും ജപിക്കും. ഏറ്റവും കുറഞ്ഞത് ഭഗവാന്റെ ഒരു പേര്, ഏതെങ്കിലും ഒരു പേര് പറയാം. ഞാൻ അത്രേ പറയാം, ഭഗവാന്റെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയെങ്കിലും നമ്മൾ ചെയ്യുക, കുറഞ്ഞ പക്ഷം. അപ്പൊ ആ നാമം പറയുന്തോറും നമ്മൾ ഭഗവാനിലേക്ക് അടുത്ത് പിന്നെ ആധികാരികമായിരിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലേക്കൊക്കെ നമ്മൾ എത്തിക്കോളും. ഓക്കെ, ഇനി 8ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ 89 ഷെയർ ആയിട്ടേ ഉള്ളൂ. വളരെ മോശട്ടോ. എന്നെ പരമ ദിവ്യോത്തമ പുരുഷനായിട്ട് ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കും. എന്താ ഭഗവാൻ പറയുന്നത്? എന്നെ പരമ ദിവ്യോത്തമ പുരുഷനായിട്ട് ആരാണോ ധ്യാനിക്കുന്നത്,
ഭഗവാനെ ഏറ്റവും ടോപ്പസ്റ്റ് ഗോഡായിട്ട്, അതായത് പരമ ദിവ്യോത്തമ പുരുഷനായിട്ട്, അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായിട്ട്, സുപ്രീം ലോർഡായിട്ട് ആരാണോ ഭഗവാനെ അങ്ങനെ ധ്യാനിക്കുന്നത്, ആരാണോ ഭഗവാന്റെ ആ വഴിയിൽ നിന്ന് മാറാത്തത്, കാരണം ഭഗവാൻ ഇഷ്ടം വെജിറ്റേറിയൻ ആണ്. ആർക്കൊക്കെ കൃഷ്ണനെ വേണമെന്ന് വെച്ചാൽ നമുക്കൊക്കെ കൃഷ്ണനെ വേണം. എന്നാൽ കൃഷ്ണനെ വേണ്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാല് ആദ്യം ഉപേക്ഷിക്കേണ്ടത് നോൺ വെജ് ആണ്. കൊണ്ടുപോയി ദൂരെ കളയണം ആ നോൺ വെജ്. ആ മാംസ ഭക്ഷണം നമുക്ക് വേണ്ട. ബിന്ദമ്മേ കുറച്ചു നേരം എണീറ്റ് നടന്നേ. ഇത്ര നേരം ഉറങ്ങായിരുന്നു, എന്നിട്ട് വീണ്ടും ഉറക്കം പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കൂട്ടാ പുറത്തിരുന്ന് ഉറങ്ങാണോന്ന്. എന്നിട്ട് രാത്രി ഉറങ്ങാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരൊട്ട് ഉറക്കേ ഇല്ല. അപ്പോ ആരാണോ കൃഷ്ണനെ പരമ ദിവ്യോത്തമ പുരുഷനായിട്ട് ധ്യാനിക്കുന്നത്, ആരാണോ ഭഗവാന്റെ വഴിയിൽ നിന്ന് ഒട്ടും മായാതെ എന്ത് വന്നാലും ശരി ഭഗവാന്റെ വഴിയിൽ നിന്ന് ആരാണോ മാറാതെ ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുന്നത്, അങ്ങനെയുള്ളവരാരായാലും ശരി പാർത്ത അയാൾ ഉറപ്പായിട്ടും എന്നെ പ്രാപിക്കും. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ, അല്ലെ? ഭഗവാനാണ് സുപ്രീം ലോർഡ് എന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. രണ്ട്, എന്ത് ചെയ്യുക? ഭഗവാന്റെ നാമം സദാ സ്മരിക്കുക. ഈ രണ്ട് കാര്യം ചെയ്തോ നമ്മൾ ഭഗവാനിലേക്ക് എത്തും, സംശയമില്ല. അപ്പൊ ഈ ശ്ലോകത്തില് ഭഗവാൻ കൃഷ്ണൻ അവിടുത്തെ അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രം നമ്മൾ ജപിച്ചു കഴിയുമ്പോ കൃഷ്ണ സ്മരണ ഇങ്ങനെ നമ്മൾക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കൃഷ്ണയെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ നാമം നമ്മൾ പറയും തോറും അതിന്റെ ആ ഒരു സ്പന്ദനങ്ങൾ, ആ നാമത്തിന്റെ ആ ഒരു സ്പന്ദനങ്ങൾ നമ്മുടെ കാതിലേക്കും നമ്മുടെ എന്താ പറയാ നാവിലേക്കും നമ്മുടെ മനസ്സിലേക്കും ഒക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ ആ ഒരു നാമം പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണ 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 ഹരേ കൃഷ്ണ എന്ന് പറയുന്തോറും അത് നമ്മൾ കേൾക്കുന്നു, നമ്മുടെ നാവ് അത് പറയുന്നു, നമ്മുടെ ചിന്തയിൽ അതിങ്ങനെ വരുന്നു, ആത്മാവിലേക്ക് അത് എത്തുന്നു. നമ്മളുടെ ഒരു റേഞ്ചേ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പരിശീലിച്ച് വരുന്നതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ബിന്ദമ്മ അവിടെ ഉറങ്ങുന്നുണ്ട്. ബിന്ദമ്മേ എന്തെടുക്ക? തുളസി നന്നാക്കാനല്ലേ? നന്നാക്കിയോ? അപ്പോ ഭഗവത് പ്രാപ്തി, ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴിയിലേക്കാണ് നമ്മളെ ഭഗവാൻ അപ്പൊ ആ നാമത്തിലൂടെ കൊണ്ടുപോകുന്നത്. പുരുഷൻ എന്നാൽ ആസ്വദിക്കുന്നവൻ എന്നർത്ഥം. ജീവാത്മാക്കൾ ഭഗവാന്റെ തടസ്ഥ ശക്തികൾ തന്നെയെങ്കിലും അവരെ ഭൗതിക മാലിന്യങ്ങൾ ബാധിച്ചിരിക്കുന്നു, ഇല്ലേ? നമ്മളെല്ലാവരെയും ഈ ലോകത്തിന്റെ ഭൗതിക മാലിന്യങ്ങളിൽ നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഒരു തരത്തില് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ പല 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 മാലിന്യങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. തങ്ങളാണ്, അതായത് നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത് എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നാണ് നമ്മളുടെ തോന്നല്. പക്ഷെ അതല്ല വാസ്തവം. പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണ് ഉത്കൃഷ്ടനായിരിക്കുന്ന പരമ ആസ്വാദകൻ. ഭഗവാനാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത്, നമ്മളല്ല. നമ്മുടെ ശരീരം ഇന്ന് തണുപ്പ്, കാറ്റ്, രുചി, സ്മെല്ല് ഇതെല്ലാം ആസ്വദിക്കും. കുറച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ഭസ്മമായി പോവില്ലേ, അല്ലെ? കുറച്ചു കഴിഞ്ഞാൽ ഭസ്മമായി പോകും. നമ്മൾ എന്തെല്ലാം ആസ്വദിച്ചാലും നമ്മൾക്ക് അതിലൊരു പൂർണ്ണത കൈവരിക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? മതി എന്ന് ആരൊക്കെ എന്തിനോടാണ് നമ്മൾ പറയാം? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അതായത് ഭൗതികതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താ? ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെ? എൻഡ് ഉണ്ടാവരുത്.
അതിനെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ? സൂപ്പർ സൂപ്പർ സ്വപ്നം. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ? നല്ല ആഹാരം. എക്സാക്ട്ലി, നല്ല ആഹാരം, രുചികരമായ ആഹാരം. ഇത് നമ്മൾ ആസ്വദിച്ച് കഴിക്കും ഇല്ലേ? എത്ര കഴിക്കും? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മതി. വയറ് നിറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കഴിക്കാൻ കഴിയില്ല നമ്മളെ കൊണ്ട്. പക്ഷെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അവസാനം ഉണ്ടാവരുത്. പിന്നെ നമ്മൾ ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ എന്തിനാ മതി എന്ന് പറയണത്? എന്നാൽ ഭഗവാനോ ഒരിക്കലും ഒന്നിനും ഒരു എൻഡില്ല. അപ്പൊ യഥാർത്ഥ ആസ്വാദകൻ ആരാ? ഭഗവാനാണ്. ആസ്വദിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇഷ്ടത്തോടു കൂടി നമ്മൾ എപ്പോഴും എന്താണ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ? എൻഡില്ലാത്തതിനെയാണ് നമ്മൾ ശരിക്കും അങ്ങോട്ട് ആസ്വദിച്ച് ലയിച്ചങ്ങോട്ട് ഇരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ എല്ലാത്തിനോടും മതി എന്നൊരു വാക്ക് പറയും, ഉറപ്പായിട്ടും പറയും. പക്ഷെ ഭഗവാൻ ഒന്നിനോടും പറയില്ല. അതാണ് ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. പരമ ആസ്വാദകനാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? ഭഗവാൻ പരമ ആസ്വാദകനാണ്. അവിടുത്തെ നാരായണൻ, വാസുദേവൻ തുടങ്ങിയ രൂപവിസ്തരണങ്ങളും അങ്ങനെ തന്നെ. അത് ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഭക്തന് ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തന്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ, നമ്മളെല്ലാവരും ആരാധിക്കുന്നത് ആരെയാണ്? ഗുരുവായൂരപ്പനെയാണ്. അപ്പൊ നമ്മുടെ എല്ലാം ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നാരായണൻ, കൃഷ്ണൻ, രാമൻ എന്നിങ്ങനെ നമ്മൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും സ്മരിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നുണ്ട്. ഈ പതിവ് നമ്മൾ ഏത് രൂപത്തിൽ ഭഗവാനെ സ്മരിച്ചാലും ഈ ഒരു പതിവെന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് 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 ശുദ്ധീകരണങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. കോടാനുകോടി ജന്മങ്ങളുടെ കർമ്മഫല ദുരിതങ്ങളിൽ നമ്മളിങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഭഗവാനെ ഏത് ഭാവത്തിൽ ആരാധിച്ചാലും ആ നിരന്തരമായിരിക്കുന്ന നമ്മുടെ ആ ഒരു നാമജപം കൊണ്ട് നമ്മൾ എന്താ ഉണ്ടാവുന്നത്? അയാൾ ജീവിതാവസാനം വരേക്കും ഭഗവാനോടുമായിട്ട് അടുത്തടുത്ത് അവസാനം ഭഗവാന്റെ സാമ്രാജ്യത്തിൽ, ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. സംശയമില്ല, ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ അന്തരാമിയായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കലാണ് യോഗാനുഷ്ഠാനം. എന്താണ് യോഗാനുഷ്ഠാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ, അന്തരാമിയായിരിക്കുന്ന പരമാത്മാവിനെ, നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കാണാത്ത ആ ഒരു ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് എങ്ങനെ? ജപത്തിലൂടെ. ജപിച്ച് 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 ധ്യാനിച്ച് ധ്യാനത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ എത്തുന്ന അവസ്ഥയെ നമ്മൾ എന്തെന്ന് പറയും? യോഗാനുഷ്ഠാനം. അതുപോലെ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ആ നാമജപം ഉണ്ടല്ലോ, അത് നമ്മൾ സ്ഥിരമായി ജപിച്ചു കഴിഞ്ഞാല് ഗുരുവായൂരപ്പനിൽ നമ്മളെ ഉറപ്പിച്ചങ്ങോട്ട് നിർത്തും ആ മന്ത്രം. ഒരു സംശയവും ഉറപ്പിച്ചങ്ങോട്ട് നിർത്തും ഭഗവാൻ നമ്മളെ. ആ മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് നിർത്തും. മനസ്സിനെ കൃഷ്ണനിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജന്മത്തിന്റെ ഒരു അത്യാവശ്യ കാര്യമാണ്. നമ്മൾ പോലും അറിയാത്ത ഒരു അത്യാവശ്യ കാര്യമാണ്. ദിവസവും അമ്പലത്തിൽ പോയതുകൊണ്ടോ ദിവസവും അത് ചെയ്തുകൊണ്ടോ ഇത് ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. എല്ലാത്തിന്റെയും മുകളിലാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത്. ഈ ധ്യാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളത്? ഭഗവാനോടൊരു വലിയൊരു ബന്ധം നമുക്കുണ്ടാവുന്നത്. ആ വലിയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷമുള്ളൂ. അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശേഷക്രിയ ചെയ്ത് കൃത്യമാക്കണമോ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ നമുക്ക് ബലിയിടാം, അതൊക്കെ ഒരു 20% അല്ലെങ്കിൽ ഒരു 10%. ബാക്കി 90% നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജപിക്കുന്ന ജപത്തിൽ, നാമത്തിലാണ് നമ്മുടെ മോക്ഷത്തിന്റെ അടിസ്ഥാനമുള്ളത്. ഭഗവത് നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി, ആ ജീവാത്മാവ് മോക്ഷ. ബിന്ദമ്മ എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും. ഇവിടെ വരൂ, വന്നോളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇങ്ങനെ വെള്ളത്തിൽ എന്താപ്പത്? ജലദേവതയായിരുന്നോ കഴിഞ്ഞ ജന്മത്തില്? ഒരു നിമിഷം കണ്ണു തെറ്റിയ വെള്ളത്തിന്റെ അകത്തേക്ക്.
അപ്പോ നമ്മള് എന്താ പറഞ്ഞു വരുന്നത്, ബിന്ദു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കാണിക്കുമ്പോൾ എനിക്ക് ക്ലാസ് സ്റ്റോപ്പായി പോകുന്നുണ്ട് കേട്ടോ. അവിടെ അടങ്ങിയിരുന്നേ. അപ്പോൾ അചഞ്ചലമായിരിക്കുന്ന ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും എന്ന് പറഞ്ഞാൽ സദാ നമ്മൾ കൃഷ്ണനാമം നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ജപിച്ച് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും പിരിയാത്ത ഒരു ആത്മബന്ധം നമുക്ക് ഭഗവാനുമായിട്ടുണ്ടാവും. ആ ഒരു ആത്മബന്ധമാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്, ഈ ഒരു ജന്മത്തില് നമ്മുടേതായിരിക്കുന്ന എല്ലാ പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെയും തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഉറങ്ങിക്കോ മാതാജി, നാളെ ബാക്കി കേട്ടാൽ മതി. അപ്പോൾ ബിന്ദമോടല്ല, ലൈവിൽ പറഞ്ഞതാ. അപ്പോൾ നേരെ എന്ത് ചെയ്യാ, നമ്മള് ഈ ഒരു ജന്മം കൊണ്ട് ഇത്ര കോടി ജന്മങ്ങളുടെ ദുരിതവും തീർത്തിട്ട് മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചാൽ നമുക്കിടുന്ന ബലിയല്ല, പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജപിക്കുന്ന ജപത്തിന്റെ കൗണ്ടാണ് നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പഴയ ആൾക്കാർ എന്താ ചെയ്യുക, ഒരു ആൺതരി വേണം മരിച്ചു കഴിഞ്ഞാൽ കൊള്ളി വെക്കാൻ, ഇല്ലെങ്കിൽ ഒരു ബലി ഇടാൻ ഒരു ആൺതരി വേണം എന്ന് പറയും. എന്തിനാ? മോക്ഷം കിട്ടാൻ. പക്ഷെ അതല്ല മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജപിക്കുന്ന ജപത്തിന്റെ കൗണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ആ കൗണ്ട് എത്രത്തോളം ഉണ്ടോ ആ കൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ എന്ത് മോക്ഷം തീരുമാനിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ശലഭമായി തീരാൻ തീവ്രാഭിലാഷമുള്ള പുഴു, അതായത് ഒരു പൂമ്പാറ്റയായി മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പുഴു ഉണ്ടെങ്കിൽ ആ പുഴു അതേ ജന്മത്തിൽ തന്നെ ആരായി മാറും? പൂമ്പാറ്റയായി മാറും. മനസ്സിലായില്ലേ? പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണത്. എപ്പോഴും നമ്മൾ പറയും, കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയും. അപ്പൊ ഒരു ഉദാഹരണമാണത് അല്ലെ? എന്താ ആ ഒരു ഉദാഹരണം? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഒരു പൂമ്പാറ്റ ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും, പുഴു ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും ഒരു പൂമ്പാറ്റയായി മാറാം, എങ്ങനെങ്കിലും ഒരു പൂമ്പാറ്റയായി മാറാമെന്നാണ്. പക്ഷെ ആ പുഴു ആ ജന്മം തന്നെ പൂമ്പാറ്റയായി മാറുന്നുണ്ട്. അപ്പൊ തീവ്രമായി നമ്മളെ എന്ത് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് എന്ത് അഭിലാഷം ഭഗവാന്റെ തൃപാദങ്ങളിൽ വെക്കുന്നോ ആ അഭിലാഷം നടന്നിരിക്കും. ഭഗവാൻ ഉറപ്പായിട്ടും നടത്തിത്തരും. മനസ്സിലായോ? ഈ ഭൂമിയിൽ എന്ത് നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ജീവിതത്തിലെങ്കിൽ, സ്വന്തം അച്ഛനോടെന്ന പോലെ, അമ്മയോടെന്ന പോലെ, സഹോദരനോടെന്നതുപോലെ, മക്കളോടെന്നതുപോലെ, സ്നേഹിതനോടെന്നതുപോലെ ഭഗവാനോട് ചോദിക്കാം. അദ്ദേഹം അത് നടത്തി തരും. കാരണം എന്താ? അത്രമേൽ കാരുണ്യം ഭഗവാന് നമ്മളോടുണ്ട്. ആ കാരുണ്യം നമ്മൾ അറിയുന്നില്ലാതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തെ നമ്മൾ വെറും ശിലയായി കണ്ടു പോവാണ്. അതിൽ നിന്ന് മാറി ഭഗവാനായി കണ്ടു നോക്കൂ. ഭഗവാൻ എല്ലാം തരും, സമസ്തവും തരും, സംശയമില്ല. എന്ത് ചോദിച്ചാലും തരും. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഭഗവാനെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുക. അങ്ങനെ മാറ്റി നിർത്താതിരിക്കാനുള്ള ഒരു വഴിയാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രവും വെജിറ്റേറിയനായി മാറുക എന്നും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് നടത്തി തരാൻ ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ഈ വരുന്ന 10-ാം തീയതിക്കുള്ളിൽ നടക്കണം, ഈ വരുന്ന ജൂലൈക്കുള്ളിൽ നടക്കണം. അതല്ല, ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഭഗവാൻ തരുന്നതൊന്നും നമ്മൾക്ക് നഷ്ടമാവരുത് എന്ന് ഭഗവാൻ അതിയായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. യഥാസമയത്തല്ല നമുക്കത് കിട്ടുന്നത് എങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതിന്റെ മഹത്വം നമ്മൾ അറിയാതെ പോകും. യഥാസമയത്താണ് അത് കിട്ടുന്നതെങ്കിൽ അതിന്റെ മഹത്വവും മനസ്സിലാവും, അത് സൂക്ഷിക്കുകയും ചെയ്യും, കാലാകാലം അത് കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോ പലപ്പോഴും പറയാറുള്ള ഈ ഒരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ, നിരന്തരം കൃഷ്ണനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്കും കൃഷ്ണന്റേതുപോലുള്ള രൂപം തന്നെ ലഭിക്കുന്ന പറയുന്നത്. കൃഷ്ണനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃഷ്ണനെ പോലത്തെ രൂപം നമുക്കും ലഭിക്കും. എവിടെയോ കൃഷ്ണനുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നും. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എപ്പോഴും ഒരാള് മോഹൻലാലിനെ പോലെ ഇങ്ങനെ നടക്കുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഷോൾഡറൊക്കെ ചരിച്ചിട്ട് ആക്ട് ചെയ്ത് അങ്ങനെ നടക്കുന്ന വ്യക്തി കുറച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുക, അല്ലെ? എപ്പോഴും ഒരു പെൺവേഷം കെട്ടുന്ന ഒരു പുരുഷൻ
അല്ലെ? എപ്പോഴും ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പുരുഷൻ നടക്കുമ്പോൾ ചെറിയൊരു സ്ത്രൈണത ഉണ്ടാവും. അതേപോലെ നമ്മൾ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ ഒരംശമൊക്കെ നമുക്കും കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. ഭഗവാന് ഭയങ്കര സൗന്ദര്യമുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട് ഭഗവാൻ. ആ അട്രാക്ഷൻ നമ്മളിലേക്കും വരും. ആ സത്യം. ഭഗവാന്റെ സൗന്ദര്യം ഒരിക്കലും നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ പറ്റില്ല. ആർക്കപ്പ സൗന്ദര്യം ഇഷ്ടമല്ലാത്തത്? നമ്മൾ ഭഗവാനെ തന്നെ സ്മരിച്ച് 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 ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ പഴയ ഫോട്ടോയും ഇപ്പത്തെ ഫോട്ടോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല ചേഞ്ചസ് അറിയാൻ പറ്റും. അതെന്താ? ഭഗവാനോട് അടുക്കുന്നതിന്റെ ആ ഒരു തീവ്രതയാണത്. നമ്മൾക്ക് ഇങ്ങനെ നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ സൗന്ദര്യത്തിലും നമ്മുടെ ആ ഒരു എല്ലാ ഒരു അട്രാക്ഷനിലും ഭയങ്കര മാറ്റം ഉണ്ടാവും. കൂടുതൽ കൂടുതൽ നമ്മളിങ്ങനെ സുന്ദരിയും സുന്ദരനുമായി വരുന്നതായിട്ട് തോന്നും. അത് ഭഗവാനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ സ്മരിച്ച് 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 ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനോട് അടുത്ത് കഴിയുമ്പം ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു തെളിവാണത്. ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കൂടുതൽ കിട്ടുന്നത്. അതാ പറയുന്നത് ഇവിടെ. നിരന്തരം കൃഷ്ണനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്കും കൃഷ്ണന്റേതുപോലുള്ള രൂപം ലഭിക്കുന്ന പറയുന്നത്. അപ്പൊ നിരന്തരം കൃഷ്ണനെ പറ്റി ചിന്തിക്കൂ. കൃഷ്ണൻ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? എത്ര സൗന്ദര്യമുണ്ട് കൃഷ്ണന്. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ ഒരൽപ്പൊക്കെ നമുക്കും കൃഷ്ണന് തരാം. അതിന് കൃഷ്ണൻ പറയുന്നു നമ്മൾ കൃഷ്ണനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ. അപ്പൊ നമുക്കും സൗന്ദര്യം വരും. വേണ്ടേ? ഇനി 9ാമത്തെ ശ്ലോകമാണ്. കവിം പുരാണ മനുഷ്യാസിധാരണോ രണീയാം മനുസ്മദ്രേതേ സർവസ്യ ധാരാമചിന്യ രൂപമാദ്യത്ത വർണ്ണനം തമസപരസ്ഥാത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും, അതായത് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ജ്ഞാനമുള്ളവൻ, എല്ലാം അറിയുന്നവൻ ഭഗവാൻ. ആദിപുരുഷൻ അതും ഭഗവാൻ. ഓക്കെ, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. മാതാജി. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും. സർവനിയന്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും അണുവിനേക്കാൾ ചെറുതും സകലതിന്റെയും പരിപാലകനും, എല്ലാത്തിനെയും പരിപാലിക്കുന്നവനും ഭൗതികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ നിൽക്കുന്നവനും, അതീതമായിരിക്കുന്നവനും, ഭൗതികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നവനും ആ ചിന്ത്യനും ഭൗതികമായിരിക്കുന്ന പ്രകൃതിക്ക് മുകളിലുള്ളവനും ആദിത്യ തേജസ്വിയുമായിരിക്കുന്ന എല്ലാത്തിനേക്കാളും മുകളിൽ തേജസ്സുമുള്ള വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. അതായത് പരമദിവ്യോത്തമ പുരുഷനായിട്ടാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും മുകളിൽ, കാലങ്ങൾക്കും മുകളിലാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ചിന്ത അത് നമുക്ക് ഉണ്ടാവണം. മനസ്സിലാവണ്ടേ? എല്ലാത്തിൻ്റെയും മുകളിലാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന്. ദിവ്യനാണ്, ഈ ലോകത്തിൻ്റെയും ഈ പ്രകൃതിയുടെയും മുകളിലാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കിച്ചുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കും. ഞാനിവിടെ പൂജ ചെയ്യാൻ നിൽക്കുമ്പോഴും കിച്ചുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്തൊരു സുന്ദരനാ കിച്ചു എന്നും പറഞ്ഞു. നിങ്ങളും നോക്കൂ അല്ലേ? നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും ഭഗവാനെ. എല്ലാം അറിയുന്നു, എല്ലാം അറിയാം ഭഗവാന് അല്ലെ? എത്രയോ ജന്മങ്ങളായിട്ട് ഭഗവാൻ എന്നെ അറിയുന്നു. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നു. ആ ഭഗവാൻ ഇന്നൊരു ഓടക്കുഴലും പിടിച്ച് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. നമ്മൾ അറിയുന്നില്ല. ഒരു വിഗ്രഹ രൂപത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായി അദ്ദേഹം നമ്മളുടെ അടുത്തുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഞാനിങ്ങനെ ഭഗവാനെ നോക്കി ഇങ്ങനെ നിൽക്കും, കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാൻ എന്താണ് എന്നുള്ള ആ പൂർണ്ണതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ വെറും വിളക്ക് വെക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമല്ല ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാവും.
എല്ലാത്തിൻ്റെയും മുകളിലാണ് ഭഗവാൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോ പരമപുരുഷനായിരിക്കുന്ന ധ്യാനത്തെ വിവരിക്കുകയാണ് ഈ ശ്ലോകം. ഭഗവാനെ വിവരിക്കുകയാണ് നമ്മുടെ ഈ ശ്ലോകത്തിൽ. ഭഗവാനെ അവ്യക്തിഗതനായോ ശൂന്യതയായോ പ്രതിപാദിച്ചിട്ടില്ല. വ്യക്തമില്ലാത്ത ഒരാളാണെന്നോ ശൂന്യമാണെന്നോ ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയുന്നത്? അത്തരം ധ്യാനത്തിന് പ്രയാസം കൂടും. അങ്ങനെയൊക്കെ ധ്യാനിക്കുമ്പോൾ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല എന്നുള്ള മനസ്ഥിതിയോടുകൂടി ധ്യാനിച്ചാൽ ഭയങ്കര പ്രയാസമാണ്. ഭഗവാനെ അറിയാൻ കഴിയില്ല നമുക്ക്. ഇവിടെ പറഞ്ഞതുപോലെ കൃഷ്ണ ധ്യാനത്തിന് പ്രയാസമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൃഷ്ണനെ ധ്യാനിക്കുന്നതിന് പ്രയാസമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഭഗവാൻ പുരുഷൻ വ്യക്തിയാണ്. ഭഗവാൻ ഒരു വ്യക്തിയാണ്. രാമൻ എന്ന വ്യക്തിയെക്കുറിച്ചോ കൃഷ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ചോ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക, അല്ലെ? നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് നമ്മൾ പറയും, ഭഗവാൻ ഇങ്ങനെ തന്നെയാണോ, ഭഗവാൻ ഇവിടെയാണോ, ഭഗവാൻ ഇതുണ്ടോ, ഭഗവാൻ അതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക? ഭഗവാൻ കൃഷ്ണനാണ്, ഭഗവാൻ രാമനാണ്. ഈ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോയാൽ ഭഗവാനെ നമുക്കൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ഇവരിൽ ആരായാലും ശരി, കൃഷ്ണനായാലും ശരി, രാമനായാലും ശരി, അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊരു വിവരണം കിട്ടുന്നുണ്ട്, അല്ലെ? ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിൽ നിന്നാണ് നമ്മളത് പ്രത്യേകം പഠിക്കുന്നത്. കവിയാണ് ഭഗവാൻ. അതായത് ഭൂതഭാവി വർത്തമാനങ്ങളെ വ്യക്തമായിട്ട് അറിയുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാം. ആദി പുരുഷനാണ്, എല്ലാത്തിൻ്റെയും ഉറവിടമാണ് ഭഗവാൻ. എല്ലാം തുടങ്ങിയത് അദ്ദേഹത്തിൽ നിന്നാണ്. എല്ലാം അദ്ദേഹത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. എല്ലാം കാര്യങ്ങളും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും അദ്ദേഹം തന്നെ. ഈ മാനവരാശി, അതായത് മനുഷ്യന്റെ ഈ കുലത്തെ തന്നെ വളർത്തുന്നതും എല്ലാം ഗുരുവായ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഗുരു എല്ലാം 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 എല്ലാമാണ്. അണുവിനേക്കാളും ചെറിയ ഒരു രൂപത്തിലേക്ക് എത്താൻ ഭഗവാന് കഴിയും. ഒരു മുടിയുടെ ഏറ്റവും താഴത്തെ എന്താ പറയാ ഭാഗം എടുത്തിട്ട് നമ്മൾ 10,000 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 10,000 കഷ്ണത്തിൽ ഒരു കഷ്ണത്തിന്റെ വലിപ്പമേ ഉള്ളൂ ഭഗവാൻ, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ അത്രയും ചെറുതാവാനും സാധിക്കും. നമ്മളെ കണ്ണുകൊണ്ട് നോക്കി തീരാൻ പറ്റാത്ത അത്രയും ഒരു അവസ്ഥയിലേക്കും ഭഗവാന് വലുതാവാൻ സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു 10,000 കഷ്ണമാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സൈസില്ലേ, ആ സൈസ് നമ്മുടെ ആത്മാവിന്റെ സൈസാണ്. അതായത് ഒരു മുടിയുടെ അറ്റം എടുത്തിട്ട്, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു മുടി എടുത്താല് ഈ മുടിയുടെ ഈ ഒരു അറ്റം, ഈ എൻഡിലേക്ക് നമ്മൾ പോയാൽ കണ്ണും കാണുന്നില്ല മനുഷ്യൻ അറ്റത്തേക്ക് നോക്കാൻ. ഈ ഒരു എൻഡിൽ പോയിട്ട് നമ്മൾ എടുക്കുകയാണ് ഒരു കഷ്ണം, ഒരു കുട്ടി കഷ്ണം എടുത്തിട്ട് ഈ എൻഡിൽ പോയി എടുത്തിട്ട് ഈ എൻഡിനെ നമ്മളൊരു 10,000 പീസസ് 10,000 പീസാക്കി കട്ട് ചെയ്താൽ പിന്നെ കാണാനുണ്ടാവില്ല. അത് നമ്മുടെ മുടിയുടെ അറ്റം തന്നെ കാണാനില്ല, അല്ലെ? അപ്പോൾ അത്രയും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള സൈസേ നമ്മുടെ ആത്മാവിനുള്ളൂ. ആ സൈസിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സൈസാണ് ആർക്കുള്ളത്? പരമാത്മാവിനുള്ളത്. അപ്പൊ ഒന്ന് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു. ഭഗവാൻ എന്താണ്? അതേ ഭഗവാനാണ് വിരാട് രൂപത്തിൽ നിൽക്കുന്നത്. അപ്പൊ എന്ത് പറയാനാ ഈ ഗുരുവായൂരപ്പനെ പറ്റി? എന്തേലും പറയാനോ? ഇതിൽ കൂടുതൽ എന്താ നമുക്ക് പറയാൻ പറ്റുക ഭഗവാനെ പറ്റി? ഒന്നും പറയാൻ പറ്റില്ല, അല്ലെ? അങ്ങനെയുള്ള 10,000 കഷ്ണത്തിൽ എടുക്കുന്ന ഏറ്റവും ചെറിയ 10,000 കഷ്ണമാക്കി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കഷ്ണമാണ് ജീവാത്മാവിന്. ആ ജീവസത്തയുടെ ഹൃദയത്തിൽ, ആ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ കയറിയിരിക്കുന്ന ആളാണ് ആര്? ഈ പരമാത്മാവ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ രൂപത്തിൽ ഭഗവാൻ അങ്ങോട്ട് ഇരുന്ന് കളയും. അത് കാരണം ഭഗവാൻ അണുവിനേക്കാൾ ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പരമോന്നത നിലയിൽ അദ്ദേഹത്തിന് ഏതണുവിലും പ്രവേശിക്കാം. പരമാത്മാവിന്റെ രൂപത്തിൽ ഭഗവാന് എത്ര ചെറിയ അണുവിലേക്കും ഭഗവാന് കയറാൻ സാധിക്കും. ഇങ്ങനെ ജീവാത്മാക്കളുടെ ഹൃദയങ്ങളിലെല്ലാം കയറിയിട്ട് പരമാത്മാവിന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ആ ജീവാത്മാക്കളെല്ലാം അദ്ദേഹം നിയന്ത്രിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അയ്യോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു ആരോ അങ്ങനെ ചെയ്യണ്ട,
നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യല്ലേ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ആരോ പറയുന്ന പോലെ നമുക്ക് തോന്നില്ലേ? എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു അത് ചെയ്യണ്ട, അല്ലേ അത് പോണ്ട, അല്ലെ ഇപ്പൊ പോണം എൻ്റെ മനസ്സ് പറഞ്ഞു. ഇത് ഭഗവാൻ പറയുന്നതാണ്. ഈ ജീവാത്മാവായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, ആ ആത്മാവിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. നീയാണ് ശരി, നീ തന്നെയാണ് ശരി, നീ മാത്രമാണ് ശരി എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ഭഗവാൻ എപ്പോഴും മന്ത്രിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഭഗവാൻ ഓർമ്മപ്പെടുത്തും, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ, നീ പറഞ്ഞത് തെറ്റായിപ്പോയി, നീ അത് പറയാൻ പാടില്ല, നീ പോയി മാപ്പ് പറയും എന്നൊക്കെ നമ്മളോട് പറയുന്നത് ഭഗവാനാണ്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾക്ക്. ഈ മനസ്സെന്ന് പറയുന്ന അവയവമേ എന്താണെന്നറിയോ? സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആത്മാവിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഭഗവാൻ കയറിയിരിക്കുന്നുണ്ട്. ആ ഭഗവാനാണ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. ആ സംസാരം എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല? കേൾക്കണം. പുറമേ എന്ത് തീരുമാനമെടുത്ത് എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഭഗവാൻ ഉള്ളിലിരുന്ന് പറയുന്നു, ചെയ്യണ്ട, പോണ്ട, വേണ്ട എന്ന് ഭഗവാൻ പറയുന്നത് നമ്മൾ കേൾക്കണം. അങ്ങനെ ജീവാത്മാവിനെ ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് പരമാത്മാവിന്റെ രൂപത്തിൽ എന്താ ചെയ്യുന്നത്? നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. അണുവിന്റെ പ്രായമാണെങ്കിൽ കൂടിയും സർവവ്യാപിയാണ് ഭഗവാൻ. എല്ലായിടത്തും ഭഗവാൻ യാത്ര ചെയ്യും. സർവരക്ഷകനുമാണ് ഭഗവാൻ. എല്ലാവരെയും രക്ഷിക്കുകയും ചെയ്യും. ഗ്രഹവ്യൂഹങ്ങളെ നിലനിർത്തുന്ന, അതായത് നമ്മൾ പറയുന്ന ഈ ഗ്രഹങ്ങളില്ലേ, വ്യാഴം, ചൊവ്വ, ശുക്രൻ, ശനി, ആ ഒരു എല്ലാ ഗ്രഹങ്ങളുടെ കൂട്ടത്തെയും നിലനിർത്തുന്ന, നിയന്ത്രിക്കുന്ന ആദിമ പുരുഷനാണ് ഭഗവാൻ. ഈ മഹാഗ്രഹങ്ങളിൽ അന്തരീക്ഷത്തിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും, അല്ലെ? ഈ ഗ്രഹങ്ങളെല്ലാം ഈ ആകാശത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു സ്പേസ് സ്റ്റേഷൻ തന്നെ നിയന്ത്രിക്കാൻ നമ്മൾ എത്ര പാടുപെടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ കാര്യം ആലോചിച്ച് നോക്കിക്ക്. ഭഗവാൻ അദ്ദേഹത്തിന്റെ അചിന്ത്യ പ്രഭാവം കൊണ്ട് ഈ മഹാഗ്രഹങ്ങളെയും അവ സഞ്ചരിക്കുന്ന ആ ഗ്രഹങ്ങളുടെ പാതയുണ്ടല്ലോ, ക്ഷീരപാത എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ ക്ഷീരപഥങ്ങളെയും എല്ലാം നിലനിർത്തുന്നത് ഭഗവാനാണ്. ഇങ്ങനെ ഈ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഈ രൂപത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അചിന്ത്യം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആലോചിക്കുക. ഭഗവാന്റെ ശക്തി പ്രഭാവം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്താണ്. ഭഗവാന്റെ ചിന്ത, അതായത് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ എവിടെ എത്തൂല. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു സത്യം. അതുകൊണ്ടാണ് അചിന്ത്യം എന്ന് പറയുന്നത്. ഭഗവാന്റെ നാമപുസ്തകങ്ങളിൽ അചിന്ത്യം, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അചിന്ത്യം എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളിലേക്ക് വരുന്നത്. ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ആർക്ക് എന്ത് അഭിപ്രായവും വേണമെങ്കിലും പറയാം. പക്ഷെ എന്താ അറിയോ, ഭൗതിക പ്രപഞ്ചം, അതായത് ഈ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന, അതിനു മീതെ നിൽക്കുന്ന ഒരാളാണ് ഈ ഭഗവാൻ എന്ന് പറയുന്ന സത്യം. ആധ്യാത്മിക ലോകത്തിലേക്ക് വരികയാണെങ്കിൽ എത്രയും നിസാരമായി ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നും മനസ്സിലാക്കാം. ഈ ഭൗതിക ലോകം മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. വേൾഡ് മുഴുവൻ സഞ്ചരിച്ചു എന്ന് ആർക്കെങ്കിലും ഒക്കെ പറയാം, സഞ്ചരിച്ചിട്ടും ഉണ്ടാവും. സോറി, ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, സഞ്ചരിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ഈ ഭൗതിക മണ്ഡലം മുഴുവൻ സഞ്ചരിക്കാൻ ഒരു ജീവാത്മാവിനും കഴിയില്ല. ആ ഭൗതിക മണ്ഡലത്തെ മുഴുവൻ നിലനിർത്തുന്ന ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിനപ്പുറത്തുള്ളവയെ, ഈ ഭൗതികകൾക്കും അധീനമായിട്ടുള്ളത് അചിന്ത്യ എന്ന പദം കൊണ്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള കാര്യത്തിനാണ് അചിന്ത്യം എന്ന് പറയുന്നത്. അഭ്യൂഹങ്ങൾക്ക് പിടികിട്ടാത്തത്, അതായത് നമ്മുടെ ചിന്തകൾക്കും പിടികിട്ടാത്തതിനെയാണ് അചിന്ത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യക്തവാദങ്ങളിൽ, ഒരു കാര്യവും ഇല്ലാത്ത വാക്ക് തർക്കങ്ങളിലും നമ്മുടെ ചിന്തകളിലും പെടാതെ വേദങ്ങളെയും ഗീതാ ഭാഗവതാദി ധർമ്മഗ്രന്ഥങ്ങളെയും, അതായത് ഗീതയെയും ഭാഗവതത്തെയും അതുപോലെയുള്ള ധാർമ്മികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളെയും ഒക്കെ സൂക്തങ്ങളെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത്. എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ഈ ഭൂമി മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ചരിച്ചിട്ടില്ല എന്ന് പറയാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും. മറിയാന ട്രെഞ്ച് എന്ന് പറയുന്ന നമ്മുടെ പസഫിക് സമുദ്രത്തിന്റെ അടിയിലുള്ള ആ ഭാഗത്തിലേക്ക് ഒരു മനുഷ്യനും കടന്നു ചെന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയാം? സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എവിടെയും വിട്ടുപോകരുത്, ഇല്ലേ?
എവിടെയും വിട്ടു, സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത സ്ഥലമാണ്. സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എവിടെയും വിട്ടുപോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ വിട്ടുപോകാതെ പോകുന്ന സ്ഥലങ്ങളിൽ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പരിമിതമായ ലോകത്താണ് നമ്മളെ മനുഷ്യന്മാർ ജീവിക്കുന്നത്. ആ മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് എന്ത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു സത്യം. അപ്പൊ ആ ഭഗവാന്റെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായതുകൊണ്ടാണ് അചിന്യം എന്ന് പറയുന്ന വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യക്തമല്ലാത്ത കാര്യത്തെക്കുറിച്ച് വാചാലരാവാതെ, വെറുതെ വാക്ക് തർക്കങ്ങൾ നടത്താതെ, ധർമ്മഗ്രന്ഥങ്ങളെയും സൂക്തങ്ങളെയും ഗീത ഭാഗവത ആദി ശാസ്ത്രങ്ങളെയും എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഇതാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് ആ വ്യക്തിയെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഇനി 10ാമത്തെ ശ്ലോകം. ഇതൂടെ കഴിഞ്ഞു കേട്ടോ. 10ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ പ്രായാണകാലേ മനസാചലനേ ഭക്ത്യായുക്ത യോഗബലേന ചൈവ ഭ്രൂർമധ്യേ പ്രാണമാവശ്യേ സമ്യക് സദം പരം പുരുഷമുപദേ ദിവ്യം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മരണസമയത്ത് യോഗനിഷ്ഠ കൊണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തും. എന്താ പറയുന്നത്? മരണസമയത്ത് നമ്മുടെ മനസ്സിനെ ഭക്തിയോടുകൂടി ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താനാണ് ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മരണസമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് അറിഞ്ഞൂടാ. അറിയാത്ത ഒരു മരണസമയത്തിൽ എങ്ങനെ നമ്മൾ ഭഗവാനെ ഉറപ്പിച്ചു നിർത്തും? സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഭഗവാനെ സ്മരിക്കണം. അതിന് ലഭിക്കുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഭഗവാനെ സദാ സ്മരിക്കുക എന്നുള്ള. അപ്പം മരണം കയറി വരുമ്പോൾ വന്നോട്ടെ, നമ്മൾ ഭഗവാന്റെ സ്മരണയിലാണല്ലോ. എപ്പോൾ വേണേലും മരണം വന്ന് കൂട്ടിക്കൊണ്ടോക്കോട്ടെ. കാരണം എന്താ? നമ്മൾ ഭഗവാന്റെ സ്മരണയിലായതുകൊണ്ട് എപ്പം നമ്മളെ മരണം കൂട്ടിക്കൊണ്ടുപോയാലും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വേറെ ഒരു ലോകത്തേക്കും നമുക്ക് പോകാൻ കഴിയില്ല. യോഗ പരിശീലനം ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പ്രാണശക്തിയെ, അതായത് ആജ്ഞാചക്ര ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തുന്നത് നന്നായിരിക്കും. യോഗ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്താ പറയണത്? പ്രാണശക്തിയെ ഭ്രൂമധ്യത്തിലേക്ക്, ആജ്ഞാചക്രത്തിലേക്ക് എന്താ പറയാ, ഉയർത്തുന്നത് നന്നായിരിക്കും. ഷഡാധാരങ്ങളിൽ ധ്യാനം നടത്തി ശീലിക്കുന്ന ഷഡ്ചക്ര യോഗയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. എനിക്ക് യോഗയെക്കുറിച്ച് വലിയ അറിവില്ല, അപ്പം നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കാനും പറ്റില്ല. ഓക്കെ, ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞ ആരും ഈ യോഗ പരിശീലനം നടത്തില്ല. എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. കൃഷ്ണയെ കുറിച്ചുള്ള ചിന്തയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. അയാൾക്ക് മരിക്കുന്ന സമയത്തിൽ ഭഗവാന്റെ കാരുണ്യം, കൃഷ്ണസ്മരണ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. 14ാം ശ്ലോകത്തിൽ നമുക്ക് അതേക്കുറിച്ച് പഠിക്കാൻ പറ്റും. യോഗ ബലേനെ എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പ്രയാണകാലേ മനസാചലനെ ഭക്ത്യായുക്ത യോഗബലേനെ ചൈവ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. യോഗബലേനെ എന്ന് പറയുന്ന ഒരു വേർഡ്. ഈ വാക്ക് ഇവിടെ നല്ല അർത്ഥമുണ്ട്. യോഗബലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ യോഗബലം ഉണ്ടാക്കുന്നത്? സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. യോഗ പരിശീലനം കൂടാതെ, യോഗ പരിശീലിക്കാതെ ഷഡ്ചക്ര യോഗയാവട്ടെ, ഭക്തിയോഗമാവട്ടെ, മരണസമയത്ത് ഒരാൾക്ക് ഒരു അതീന്ദ്രിയ അവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ യോഗ പരിശീലിക്കണം, ഇല്ലെങ്കിൽ കൃഷ്ണാവബോധം പരിശീലിക്കണം. അപ്പോൾ ഒരു പാതി മരിച്ചു കിടക്കുന്ന ഒരാൾ, ആസന്ന മൃത്യുവായ ഒരാൾക്ക് പെട്ടെന്നൊന്നും ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? പകുതി മരണം സംഭവിച്ചു കിടക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊന്നും ഭഗവാനെ കുറിച്ച് ഓർക്കാന്ന് പറയുന്നത് നടക്കില്ല. അയാളുടെ ബുദ്ധിയും ശരീരവും ഒക്കെ പാതി മരണത്തിലായിരിക്കും. എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവസരം വരും. എല്ലാവർക്കും ഒരു അവസരം വരും. നമ്മുടെ ശരീരം തളർന്ന്, ബുദ്ധി തളർന്ന്, നമ്മുടെ ചിന്ത തളർന്ന്, നമ്മുടെ മനസ്സ് തളർന്ന് നമ്മളൊരു അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ പോകും. അതിപ്പോ ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ് വന്നാൽ പോലും ആ ആക്സിഡന്റിൽ പോലും നമ്മളെ ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. അപ്പൊ പാതി ബോധത്തിൽ കിടക്കുന്ന ഒരവസ്ഥ എല്ലാ ജീവാത്മാക്കളുടെ ജീവിതത്തിലും ഉണ്ടാവും.
ആ സമയത്ത് ഒരാൾക്ക് പെട്ടെന്ന് ഭഗവാനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ എന്താ ചെയ്യുക? ഏതെങ്കിലും യോഗാനുഷ്ഠാനം, വിശേഷിച്ചും ഭക്തിയോഗം അയാൾ പരിശീലിച്ചിരിക്കണം. നമ്മൾ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ഭക്തിയോഗം പരിശീലിച്ചിരിക്കണം. മരിക്കുന്ന ആ സമയത്ത് ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും നമുക്ക്. അതുകൊണ്ട് ഒരാൾ ആ ഒരു ജീവിത കാലയളവിൽ തന്നെ, ജീവിച്ചിരിക്കുന്ന ആ കാലയളവിൽ തന്നെ യോഗാചര്യയിലൂടെ, അതായത് നമ്മൾ പറയുന്ന ആ വ്യായാമ യോഗയും ആവാം, ഭക്തിയോഗം ആവാം, ആ യോഗയിലൂടെ നമ്മൾ അതീന്ദ്രിയ ഭാവത്തിലേക്ക് കടക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതീന്ദ്രിയ ഭാവത്തിലേക്ക് കടന്നാൽ നമുക്ക് എന്തായി? മൂകാംബിക ദേവിയുടെ കുങ്കുമം തീർന്നു, എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇനി ഞാനിപ്പോൾ ഈ അടുത്ത് പോകുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് അയച്ചുതരാം. ഓക്കെ. അപ്പോൾ ആ ഒരു ഭക്തിയോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഹാപ്പി അല്ലേ? ബാക്കി നമുക്ക് നാളെ എടുക്കാം. നല്ല മഴയാണ് നാട്ടിൽ, ചെന്നൈ പോലെ ചൂടല്ല. നല്ല മഴയത്ത് നല്ല ബ്ലാങ്കറ്റ് പൊതിച്ച് നല്ല ഒരു വിഷ്ണു സഹസ്രനാമോ ഭഗവാന്റെ ഒരു നല്ല കീർത്തനോ ഹെഡ്സെറ്റിൽ വെച്ച് കേട്ട് സ്വസ്ഥമായിട്ട് പൊതിച്ചു മൂടി മഴയുടെ ശബ്ദവും കേട്ട് കിടന്നുറങ്ങാം. മനസ്സിലായില്ലേ? ഞാനാണെങ്കിലോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരുടെ AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഭൂന്നുള്ള സൗണ്ടും കേട്ട് ഉറങ്ങണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാറ്? ഭഗവാന്റെ ഏതെങ്കിലും ഒരു കീർത്തനം എടുത്തിട്ട് ഹെഡ്സെറ്റിൽ വെക്കും. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കിടന്നുറങ്ങും. സുധി, അങ്ങനെ കിടന്നുറങ്ങും. നിങ്ങളൊക്കെ ലക്കിയാണ്. നിങ്ങളൊക്കെ കേരളത്തില് നല്ല മഴയില് നല്ല സുഖമായിട്ട്, ഇത് കണ്ടില്ലേ? ഇവിടെ കണ്ടോ? ഈ ഫാനും വെച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ കേരളത്തിൽ വന്നിട്ട് പോലെ കഷ്ടമായിരിക്കും മൂകാംബികയ്ക്ക്. കാരണം എനിക്ക് അത്രയും ഡേറ്റ്സ് കാണില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ അവിടെ വന്ന് അവിടെ എത്തണമെങ്കിൽ ഒരു ദിവസം എടുക്കും. ഇന്ന് വൈകിട്ട് കയറി നാളെ രാവിലെ കേരളത്തിലെത്തി, നാളെ രാവിലെ കേരളത്തിൽ നിന്ന് കയറി അന്നേ പിറ്റേ ദിവസം മൂകാംബിക എത്തി, അന്ന് അവിടെ നിന്ന് അവിടുന്ന് തിരിച്ചു കയറുമ്പോഴത്തേക്ക് 4-5 ദിവസം പിടിക്കും. 5 ദിവസത്തെ ലീവ് എനിക്ക് ഇവിടെ കിട്ടില്ല. ഇവിടുന്ന് ആവുമ്പം നേരെ ഇവിടുന്ന് മംഗലാപുരം, അവിടുന്ന് കൊല്ലൂർ, അവിടെ പോയി പ്രാർത്ഥിച്ച് അന്ന് വൈകിട്ട് കയറിയാൽ അടുത്ത ദിവസം വരെ 2 ദിവസം കൊണ്ട് കാര്യം നടക്കും എന്ന ഒരു പ്ലാനിങ്ങിലാണ്. പക്ഷെ എപ്പോ എന്ന് അറിയില്ല, എപ്പോൾ ലീവ് കിട്ടും. നിങ്ങളെല്ലാവരും വന്നാൽ സന്തോഷം. സുധിയും വായോ, എല്ലാവരും വാ. അമ്മയെ കാണാം, കാശി തീർത്ഥത്തിൽ കുളിക്കാം. അവിടെ ജപിക്കാനൊക്കെ നല്ല സുഖമാണ്, ജപിച്ച് വായിച്ചിരിക്കാം. പക്ഷെ എപ്പോൾ പോകാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന് ഗുരുവായൂർ വരണം എന്ന് ഇങ്ങനെ കൊതിച്ചിരിക്കണം. പക്ഷെ എപ്പോഴാണ് ഇവിടുന്ന് ഒന്ന് വരാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലീവ്, ഇപ്പോൾ മോനിവിടെ ഉണ്ട്, അവൻ്റെ ക്ലാസ്, അങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്. അതാണ് പ്രശ്നം. ഇവിടുന്ന് എവിടെ പോകണമെങ്കിലും എനിക്ക് ഏകദേശം, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 12-16 മണിക്കൂർ. അതല്ലേ പ്രശ്നം. മഴ പേടിയായിപ്പോൾ, പക്ഷേ കണ്ണൻ കൂടെയുണ്ട്. മഴ പേടിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും ഒരു സുഖമല്ലേ നല്ല മഴയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. എന്ത് രസമായിരിക്കും അല്ലേ? ഇവിടെ ചെന്നൈയിൽ ഇടയ്ക്ക് ഇപ്പം അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പോലെ വന്നു പോകും വൈകുന്നേരങ്ങളിൽ. അപ്പം ഞാൻ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ പുറത്ത് ആ ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മഴ നോക്കും. പക്ഷെ ആ മഴ ഞങ്ങൾക്ക് വീണ്ടും ചൂട് തരും. അപ്പം വീണ്ടും ഇങ്ങനെ ഇവിടെയൊക്കെ കിച്ചണിലൊക്കെ നിൽക്കുക. ഞാൻ 2-3 ദിവസമായിട്ട് അന്നദാനത്തിനെ കുറിച്ച് ചിന്തിക്കാത്തത് പോലെ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും ചൂടാണ്. ചൂട് കൊണ്ട് ഇങ്ങനെ എന്താ പറയാ, ഒന്നും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയി പോവുക. ഫുഡ് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. വെള്ളം കുടിച്ച് ഒരു വഴിയാവും. കേരളത്തിലേക്കൊക്കെ വരണം എന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ വീണ്ടും എല്ലായിടത്തും കോവിഡൊക്കെ സ്ഥിരീകരിക്കുന്നു അല്ലേ? പല കേസുകൾ ഇങ്ങനെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന. ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിരിക്കും ലോക്ക്ഡൗൺ വരുന്നതും വരാത്തതും. കഴിയുന്നതും കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കുക, തിക്കും തിരക്കുള്ള ബസ്സിൽ കയറാതിരിക്കുക, മാസ്ക് യൂസ് ചെയ്യുക.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഹൈജീനിക് ആയിട്ടിരിക്കുക, കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയായി അങ്ങനെ ഒരു നല്ല ഒരു ഇതിലിരിക്കുക മാക്സിമം കേട്ടോ. കൈ കഴുകാതെ ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഹൈജീനിക് ആയിട്ട് ഇരുന്നാൽ തന്നെയും എന്താ പറയുക, കുറേയേറെ നമുക്കൊരു ഇത് കിട്ടും, എന്താ ഒരു രോഗത്തിൽ നിന്നൊരു മോചനം കിട്ടും. തലവേദനകളും പനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ എന്തൊക്കെയോ സിംറ്റംസ് ഉണ്ട് കോവിഡിൻ്റെ. ആ സിംറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാതിരിക്കുക, അങ്ങനെ കുറേ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം മഴയാണ്, സേഫായിരിക്കുക. ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിടുക. മാക്സിമം ഈ മൊബൈലിലൊക്കെ ചാർജ് ഇട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക. കോട്ടയത്ത് കോവിഡ് കൂടുതലാണ്. ഓക്കെ കൂടുതൽ വരുന്നുണ്ടല്ലേ, എല്ലാവരും ശ്രദ്ധിക്കുക. അഞ്ജലീസിലൊന്നും ആർക്കും പോസിറ്റീവ് ആവാതിരിക്കട്ടെ, എൻ്റെ പ്രാർത്ഥനയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിച്ചിട്ട് നല്ല മഴയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാനിതേ ഈ ഫാൻ്റെ ചുവട്ടിലും ഇരുന്ന് വേർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അപ്പം നല്ലൊരു നാളെ ആശംസിക്കുന്നു. ശുഭരാത്രി. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിടും. ഞാൻ ഫോൺ സൈലൻറ്റിലിട്ടിരിക്കുകയാണ്. ഗോയിങ് ടു ഷട്ട് ഡൗൺ മൈസെൽഫ്. ഇന്ന് കുറച്ച് നേരത്തെ കിടക്കണം, നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ. ഇന്നൊന്നും പകലൊന്നും കിടക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഉറങ്ങട്ടെ. എന്തിൻ്റെങ്കിലും മെസ്സേജ് അയച്ചിട്ടു കേട്ടാ, നാളെ നോക്കാം ഞാൻ. हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन पुरेशन की जय। ओम श्री मात्रे नमः। हरे कृष्णा. नाले കാണാം. गुड नाइट.